നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വിഷു വ്ളോഗാണ്. ഇനിയും ഞാൻ ഈ വീഡിയോ ഇടാതിരുന്ന അടുത്ത വിഷുവിന് ഇടേണ്ടി വരും. എനിക്കാണെങ്കിൽ നല്ല മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ വിഷുവിൻ്റെ തലേന്ന് പുലർച്ചെ ഒരു 2 മണിക്ക് കുളിച്ച് ഞാൻ കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പോയി കിടന്നുറങ്ങി. എങ്ങനെയാണ് കണി ഒരുക്കാന്നൊന്നും അറിയില്ല, അഡ്ജസ്റ്റ് ചെയ്ത് ഒരുക്കിയതാണ്. പിന്നെ കണിക്കൊന്ന പൂ കിട്ടാത്ത കാരണം പ്ലാസ്റ്റിക് പൂ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത്. ഇത്ര നാളും ഈ നാട്ടിൽ കണിക്കൊന്ന പൂത്തുലഞ്ഞ് നിൽക്കായിരുന്നു. വിഷുവിൻ്റെ അന്ന് ഒരെണ്ണം പോലും കിട്ടാണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. കുറേ പേര് പ്ലാസ്റ്റിക് പൂവൊക്കെ മേടിച്ച് പോകണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് കാലത്ത് എണീറ്റിട്ട് ഓണം വന്നാലും സംക്രാന്തി വന്നാലും എനിക്ക് ഈ പാത്രം കഴുകലാണ് മെയിൻ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് വിഷു അല്ലെങ്കിൽ ആഘോഷങ്ങളൊന്നും അങ്ങനെ ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ എന്താ പറയുക, അങ്ങനെ ആയിരുന്നു സാഹചര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്തവണത്തെ വിഷു എനിക്ക് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ വാടക വീട്ടിലായതിൻ്റെ സന്തോഷമില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് കൂടുതലും ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് നിന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആഘോഷം വന്നാലും പൂരം വന്നാലും ഒന്നും വന്നാലും എനിക്ക് ഒരു വീട്ടിലേക്ക് വിരുന്ന് പോകാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മിക്കതും എൻ്റെ വീട്ടിൽ തന്നെയാവും. അപ്പോൾ അനിയത്തിയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വിരുന്ന് വരുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് എങ്ങോട്ടും പോകാനില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഇത്തവണയാണെങ്കിൽ എനിക്ക് വിരുന്ന് പോകാനും പറ്റി. അതുപോലെ തന്നെ എൻ്റെ വീട്ടിലേക്ക് കുറേ പേര് വിരുന്ന് വരികയും ചെയ്യും. പിന്നെ പോരാത്തന്നെ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. അവിടെയാണെങ്കിൽ എല്ലാ കൊല്ലം വിഷുവിൻ്റെ അന്ന് വിഷുവേല ഉണ്ടാവാറുണ്ട്. വിഷുവായിട്ട് ഞാൻ സദ്യ ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ. കാരണം ഒരു 10-25 പേരിനെ നമ്മൾ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കാലത്ത് തന്നെ കുളിച്ചിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി. അമ്മ അവിടെ സദ്യ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സദ്യ ഉണ്ടിട്ട് നമുക്ക് അവിടെ പോയി ആഘോഷിക്കാം എന്നാണ് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അമ്മയ്ക്ക് സാരി എടുക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരിക. കാരണം എന്താണെന്ന് വെച്ചാൽ ആൾ ഭയങ്കര ഡാർക്ക് കളേഴ്സ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാ ഡാർക്ക് കളറും ആളുടെ കയ്യിലുണ്ട്. അങ്ങനെ തപ്പിപ്പിടിച്ച് ഞാൻ പീക്കോക്ക് ബ്ലൂ ആണ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ സദ്യക്ക് ചോറ്, സാമ്പാർ, ചക്കക്കുരു, കപ്പയ്ക്ക ഉപ്പേരി, അച്ചാർ, അവിയൽ, പിന്നെ പപ്പടം, അങ്ങനെ കുറച്ച് സാധനങ്ങളും പരിപ്പ് പായസമൊക്കെ ഉണ്ടായിരുന്നു. വിഷുവിൻ്റെ അന്ന് ഞാൻ പൂര കലിപ്പിലായിരുന്നു. കലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും. കലിപ്പിലായി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സൗണ്ട് ഈ കാക്കക്കൂട്ടത്തിൽ കല്ലിട്ട പോലത്തെ സൗണ്ടാണ് കേട്ടോ. ചില നേരത്തെ ഇവറ്റങ്ങളുടെ കയ്യിൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവർ ക്യാമറ ഓൺ ആക്കാതെ വീഡിയോ പിടിച്ചിട്ട് നിൽക്കും. അവസാനം ഞാൻ വന്ന് നോക്കുമ്പോൾ ക്യാമറയിൽ വീഡിയോ ഉണ്ടാവില്ല, പകരം 4 ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടാവും അച്ഛനമ്മയോട്ടാ. അപ്പോൾ അതാണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത്. പിന്നെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ അച്ഛൻ കൈനീട്ടം കൊടുത്തു. അച്ഛൻ കുറേ 50 രൂപയുടെ നോട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അനിയത്തി എനിക്ക് കൈനീട്ടം തന്നു, കുക്കുവിന് കൈനീട്ടം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അച്ഛമ്മേനെയും കൊണ്ടിട്ട് ഞങ്ങളിതേ വീട്ടിലേക്ക് പോവാണ്. ഞാനും കുക്കും അച്ഛമ്മേനെ കൊണ്ടിട്ട് വീട്ടിലേക്ക് പോവാണ്. പോകണ വഴിക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതും എടുത്തിട്ട് ദേ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓട്ടോറിക്ഷ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് അധികം ദൂരമൊന്നുമില്ല കേട്ടോ. അച്ഛനാണെങ്കിൽ സൈക്കിളുമേ വരികയാറ്. നമുക്ക് വേണമെങ്കിൽ നടന്നിട്ടും വരാം, കുറച്ച് ദൂരമുള്ളൂ. അപ്പോൾ പിന്നെ ദേ ഫുഡൊക്കെ ദേ വീട്ടിലേക്ക് കൊണ്ടുവന്നു. സാമ്പാറല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛമ്മ നമ്മുടെ വീട് ആദ്യമായിട്ടാണ് കാണുന്നത്. അച്ഛമ്മയ്ക്കും അതേ അടുക്കള ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ സൈക്കിളുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനാണെങ്കിൽ കണി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അവരുടെ കൃഷ്ണനാണ് എൻ്റെ വീട്ടിൽ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. പിന്നെ വിഷു കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് കണി വയ്ക്കാൻ വേറെ കൃഷ്ണനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛൻ്റെ കണിയൊക്കെ കണ്ടിട്ട് അച്ഛനെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. ഇനി കുറച്ച് പേരും കൂടെ വരാണ്ട്, കണ്ണൻ്റെ വീട്ടിൽ നിന്ന് വരാണ്ട്. കണ്ണൻ്റെ ചേച്ചിമാർ, ഒരു ചേച്ചി തലേന്ന് വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായ കാരണം തന്നെ വീടിൻ്റെ ഫ്രണ്ടിലിരുന്ന് പ്രോഗ്രാമുകളൊക്കെ കാണാം കേട്ടോ. ഈ അമ്പലത്തിലേക്ക് എന്താ പറയുക, ഞങ്ങളിവിടെ അല്ലെങ്കിലും ഞങ്ങളിവിടെ താമസമില്ലെങ്കിലും ഇവിടുത്തെ പരിപാടിക്ക് ഞങ്ങൾ വിഷുവിൻ്റെ അന്ന് വിഷുവേലയ്ക്ക് എന്തായാലും വരാറുണ്ട്. പക്ഷേ ഇത്തവണത്തെ വിഷുവിന് എന്താ പറയുക, വീടിൻ്റെ ഫ്രണ്ടിലിരുന്ന പരിപാടികളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. എനിക്ക് ആനേനെ ഭയങ്കര പേടിയാണ് കേട്ടോ. എന്താണെന്നറിയില്ല, എനിക്ക് ആനയുടെ ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ 3 ആനേനെ വെച്ചിട്ടുള്ള പരിപാടിയാണ്. എല്ലാ കൊല്ലം വിഷുവിൻ്റെ അന്ന് അരവൂര് വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ, അത്താണി അരവൂര് വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പരിപാടി ഉണ്ട്. അപ്പോൾ അടുത്ത കൊല്ലം എല്ലാവരും വായോട്ടെ. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, ഞങ്ങളുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ഇവർ എങ്ങനെ എൻ്റെ ഫ്രണ്ട്സായെന്ന് വെച്ചാൽ അതൊരു വലിയൊരു കഥയാണ്. ഇവർ എന്താ പറയുക, എൻ്റെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഞാൻ ചേച്ചീൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്, ഞാൻ ഒരു ദിവസം നിങ്ങളുടെ വീട്ടിൽ വരട്ടെ, ചേച്ചീനെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ വരലും അങ്ങോട്ട് പോക്കും പിന്നെ കറങ്ങാൻ പോക്കും അങ്ങനെ ആയി ഇവർ നമ്മുടെ ഫ്രണ്ട്സായി. ഇവർക്കും ഒരു യൂട്യൂബ് ചാനലും വ്ളോഗിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇവരുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അപ്പു ഹിയർ ആൻഡ് ഫാമിലി വ്ളോഗ്സ് എന്നാണ് കേട്ടോ. അപ്പോൾ കമൻറ്റ് ബോക്സിൽ അവരെ കമൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും പിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. അവരുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത സ്വഭാവമാണത് ഈ കാണുന്നത് കേട്ടോ. എന്തെങ്കിലും വീട്ടിലേക്ക് വരുമ്പോൾ എപ്പോഴും കൊണ്ടുവരും. എപ്പോഴും വരുന്ന വീടാണെങ്കിലും എപ്പോഴും ഓരോ സാധനങ്ങൾ ഏറ്റിട്ട് വരും ചെയ്യും. പോരാത്തന്നെ ഇത് ഇപ്പോൾ കൈനീട്ടം കൊടുത്തേക്കണു. ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ് അത്. അച്ഛൻ ടെറസിൻ്റെ മുകളിൽ ഇരിക്കുകയാണ്. പൂരം കാണാൻ വേണ്ടിയിട്ട് അച്ഛൻ ടെറസിൻ്റെ മുകളിൽ ഇരിക്കുകയാണ്. കുറച്ച് പനിയത്തി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ട്. അവൾക്കാണെങ്കിൽ രാവിലെയും വൈകിട്ടും ഇഞ്ചക്ഷൻ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്നു. ഇത് എൻ്റെ ഫ്രണ്ടാണ്, അതുപോലെ തന്നെ കുക്കുവിൻ്റെ കൂട്ടുകാരിയാണ്. അവളുടെ
ഞങ്ങളുടെ മോള്. ഇവളായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആയത് ഒത്തിരി വലിയ കഥ തന്നെയാണ്. അംഗൻവാടിയിൽ കുക്കു പഠിക്കാൻ പോയപ്പം എനിക്കവിടെ അങ്ങനെ ആരും പരിചയം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അംഗൻവാടിയിലാണ് കുക്കുവിനെ ആക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ, അതായത് ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അടുത്തുള്ളതെല്ലാം. അപ്പോൾ ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടതാണ് ഇവളെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. ഒരു 4 മണിക്കാണ് ഫുഡ് കഴിക്കാതിരിക്കുന്നത്. കാരണം എല്ലാവരും വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വിഷുവിൻ്റെ സദ്യ കൊണ്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആദ്യം ഇരിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളാണെങ്കിൽ ബിരിയാണി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരും വീട്ടിൽ നിന്ന് സദ്യ കഴിച്ചിട്ടാവും വരിക. അപ്പോൾ ഇവിടെ സദ്യ ആകുമ്പോൾ ആർക്കും കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ബിരിയാണി ഏൽപ്പിച്ചത്. പക്ഷേ വൈകുന്നേരം ആയപ്പോഴേക്കും ബിരിയാണി നാശമായി. ഞങ്ങൾ വെച്ച ബിരിയാണി അല്ല, ഏൽപ്പിച്ച ബിരിയാണി ആയിരുന്നു. എങ്കിലും വൈകുന്നേരം ആയപ്പോഴേക്കും ബിരിയാണി നാശമായിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചതിൻ്റെ പിന്നാലെ അമ്മ നല്ല പരിപ്പ് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളാരും പാലാടയൊന്നും കുടിക്കാത്ത കാരണം അമ്മ പരിപ്പ് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സൂപ്പറായിട്ടതാണെന്ന് കേട്ടോ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ പായസം അങ്ങനെ കുടിക്കലില്ല, പക്ഷെ അമ്മ ഉണ്ടാക്കിയ ഈ പായസം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിറ്റേന്ന് കാലത്തേക്കായിരുന്നു കേട്ടോ ഇത്രയും കൂടി ആ പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയും ചേട്ടനും ചേച്ചിയും ഉണ്ണിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അനിയത്തിൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ അവിടെ താഴെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പടേനൊക്കെ കൊണ്ടിട്ട്, പട മീൻസ് ഇത്രയും വലിയൊരു ആൾക്കാരുമായിട്ട് പൂരത്തിനൊക്കെ പോകണത് കേട്ടോ. മിക്കതും ഞാനും കണ്ണൻ ഒറ്റയ്ക്കാണ് പോവുക. കാരണം ഞങ്ങൾക്ക് കാറില്ല, ബൈക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ മിക്കതും അങ്ങനെ പോവാറ്. പക്ഷെ ഇത്രയും പേരുടെ കൂടെ പോകുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. ഉച്ച നേരത്തെ അങ്ങനെ ആരും അമ്പലത്തിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. വൈകുന്നേരം ഗാനമേളയ്ക്കായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നത്. പിന്നെ എന്താ പറയുക, ഞങ്ങളെല്ലാവരും കൂടെ പൂരപ്പറമ്പിൽ പോയി. പിന്നെ രാത്രി ആയപ്പോൾ കുറേ പേരൊക്കെ പോയിട്ടാണ്. പിന്നെ ഞാൻ, അമ്മ, ചേച്ചി, ചേട്ടൻ, അനിയത്തി അത്ര പേരെന്നെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പൂരപ്പറമ്പിൽ പോയി. ഗാനമേളയ്ക്ക് ഞാനും കണ്ണു ഡാൻസ് കളിക്കുകയെന്ന് മാത്രമല്ല, എന്താ പറയുക, സ്റ്റെക്കായി നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. പക്ഷേ എങ്കിൽ ഇത്തവണത്തെ ഗാനമേള ആയാലും പൂരായാലും വിഷു ആയാലും അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട്